ആ പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിക്കോ. എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മരണം അല്ലാഹു നൽകുമല്ലോ. പടച്ച റബ്ബേ, എങ്ങനത്തെ മരണമാണെന്നറിയോ? അല്ലാഹുവേ, നമ്മുടെ മരണം കാണുന്നവരെല്ലാവരും കൊതിച്ചു പോകുന്ന മരണമാണത്. നമ്മൾ അയൽവാസികളെ കണ്ടിട്ടോ, നമ്മുടെ കൂടപ്പിറപ്പുകൾ കണ്ടിട്ടോ, നമ്മളെ എല്ലാവരും ഉറ്റവരും ഉടയവരും എല്ലാവരും കടന്നു വന്നിട്ടോ അല്ലാഹ് നമ്മുടെ മയ്യത്തിന്റെ ചാര വന്ന് നിൽക്കുമ്പോ അവരെല്ലാവരും സന്തോഷിക്കുന്ന നല്ല രീതിയിലുള്ള മരണമാണ്. ആ മരണമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ആ മരണത്തെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും പടച്ച തമ്പുരാനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നീ എൻ്റെ മരണം നന്നാക്കി തരണേ അല്ലാ. സൂഉൽ ഖാതിമത്ത് നൽകല്ല അല്ലാ, ഹുസ്നുൽ ഖാതിമത്ത് തരണേ അല്ലാ എന്ന് പടച്ച തമ്പുരാനോട് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നവരാണല്ലോ എൻ്റെ പ്രിയമുള്ളവരെ. നമ്മൾ അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥനയിൽ മരണത്തെ നന്നാക്കി തരാൻ ദുആ ചെയ്യണേ. ആ മരണ സമയം നമുക്ക് നന്നായി കിട്ടാൻ, നല്ല രൂപത്തിലുള്ള മരണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പടച്ച റബ്ബേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതിയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം എടുത്തിട്ട് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണല്ലോ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമൊന്ന് ആലോചിച്ചു നോക്കണേ ഉമ്മ. പടച്ച റബ്ബേ, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അതാ പടച്ച റബ്ബേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിടന്ന് ഓതിക്കൊണ്ടാണല്ലോ മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അവിടെന്ന് കാണുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അവിടെന്ന് കാണുമ്പോ പടച്ച തമ്പുരാനെ, പുഞ്ചിരിച്ചിട്ട് കിടക്കുകയാണല്ലോ അല്ലാഹുവേ, പുഞ്ചിരിച്ചിട്ട് കിടക്കുകയാണല്ലോ. ആര് തന്നെ കണ്ടാലും അവിടുന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണല്ലോ. പടച്ച റബ്ബേ, എല്ലാവരും കൊതിച്ചു പോവുകയാണല്ലോ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അല്ലാഹുവേ അതുപോലെയൊന്ന് മരിച്ചിരുന്നെങ്കിലോ, അതുപോലെ ലോകത്ത് നിന്ന് വിട പറയാൻ, ലോകത്തോട് വിട പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലോ അല്ലാ എന്നവിടുന്ന് എന്നവിടെ നിന്ന് പറയുകയാണ്. പടച്ച റബ്ബേ അല്ലാഹുവേ, എന്തൊരു നന്മയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനെ, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വന്നിട്ട് നിങ്ങളെ വെട്ടിക്കൊല്ലുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ശത്രുക്കളെ കരം കൊണ്ട് നിങ്ങൾ ശഹീദാകും, നിങ്ങളുടെ അന്ത്യമാണെന്നോ അതാവിടെന്ന് പടച്ച റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നല്ലോ. പടച്ച റബ്ബേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തമതാ പടച്ച റബ്ബേ, ശത്രുവിന്റെ വെട്ടേറ്റ് കൊണ്ട് കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പാരായണം ചെയ്തിരുന്ന പരിശുദ്ധമായ ഖുർആനില് പടച്ച റബ്ബേ, പരിശുദ്ധമായ ആയത്തിന്റെ മേലിലോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തമങ്ങ് വീണിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞു പോയത്. എല്ലാവരും പടച്ച റബ്ബേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കണ്ടിട്ടോ അല്ലാഹുവേ അവിടുന്ന് ആഗ്രഹിച്ചു പോയതാ.
അല്ലാഹുവേ ഇതുപോലൊരു മരണം കിട്ടിയിരുന്നെങ്കിലോ, ഇതുപോലൊരു മരണം എനിക്കും കിട്ടിയിരുന്നെങ്കിലോ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ അയൽവാസികളുണ്ടല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല മരണം വേണ്ട ഉമ്മ, നല്ല മരണം വേണ്ടയോ ഉമ്മ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചറപ്പേ നമ്മളെ എല്ലാവരും എതിർത്തവരായിരുന്നല്ലോ, നമ്മളെ കളിയാക്കിയിരുന്നവരായിരുന്നല്ലോ. അല്ലാഹ് അവർക്ക് മുമ്പിലെല്ലാം പുഞ്ചിരിച്ചിട്ട് കിടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണല്ലോ. അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വഫാത്തായിട്ട് കിടക്കുമ്പോ പടച്ചറപ്പേ ഒരു ശത്രുവായ മനുഷ്യൻ കടന്നു വന്നിട്ടോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തിട്ടിരിക്കുന്ന പടച്ചറപ്പേ തുണിയങ്ങ് മാറ്റിയിട്ടോ അവിടുന്ന് പറയുകയാ, മരിക്കുന്ന സമയത്തും മരിച്ച സമയത്തും നീ പുഞ്ചിരിച്ചിട്ടാണടാ കിടക്കുന്നത് എന്നവിടുന്ന് ഉസ്മാൻ തങ്ങളെ ജനാസ കണ്ടിട്ട് ചോദിച്ചിരുന്നു അത്രേ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയായിരുന്നു മഹാനവരുടെ ജീവിതം എന്ന് പറയുന്നത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, അള്ളാന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചു പോയി. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന നന്മകളുണ്ടല്ലോ, ആ നന്മകൾ അവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ പടച്ചറപ്പേ ഞങ്ങൾക്കും നീ അതിന്റെ തൗഫീഖ് തരണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ദീനിനെ അറിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. അല്ലാഹ് ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ മുമ്പിലോ, ഞങ്ങളുടെ വാപ്പയുടെ ഞങ്ങളുടെ ഉമ്മയുടെ എല്ലാവരും പടച്ചറപ്പേ ഇരുന്നിട്ട് കരയുമ്പോ അവരുടെ മുമ്പിലും അവരുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് കിടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയണല്ലോ. ആകവേ അവിടെയല്ലേ വിജയമെന്ന് പറയുന്നത്, അവിടെയല്ലേ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്. അല്ലാഹുവേ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം പഠിപ്പിക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, മഹാനവറുകളെ പടച്ചുറപ്പേ അവിടുന്ന് ശത്രുക്കൾ കടന്നു വന്നിട്ടോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പടച്ചവനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴിമരത്തിലേക്ക് കയറ്റുകയാ. പടച്ചുറപ്പേ കഴിമരത്തിൽ കിടന്നിട്ട് തൂങ്ങിയാടുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അതാ ഹുബൈബ് തങ്ങളുടെ ജീവിതത്തിലോ, ഹുബൈബ് തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ എൻ്റെ ഉമ്മ എന്തൊരു പുഞ്ചിരിയായിരുന്നെന്നറിയോ, വല്ലാത്ത സൗന്ദര്യവാ. നാക്ക് കടിച്ചിട്ടോ പടച്ചുറപ്പേ കണ്ണ് തുറപ്പിച്ചിട്ടല്ല ഹുബൈബ് തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞതോ. അതാ പുഞ്ചിരിച്ചുകൊണ്ട് കൈമരത്തിൽ കിടന്നിട്ട് തൂങ്ങിയാടിയിട്ട് പോലും, കഴുത്തു മുറുകി തൂങ്ങിയാടിയിട്ട് പോലും പടച്ചുറപ്പേ അവിടുന്ന് പുഞ്ചിരിച്ചിട്ടാണ് ഉമ്മ ഹുബൈബ് തങ്ങൾ മരണപ്പെട്ടു പോയതോ. ആകവേ മുസ്ലിമായതിന്റെ പേരില് ഹുബൈബ് തങ്ങളോട് പറഞ്ഞല്ലോ, ഹുബൈബേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകൻ ഒരു നിമിഷമെങ്കിലും നീ ഒന്ന് തള്ളി പറഞ്ഞാ, നീ ഒന്ന് കുറ്റപ്പെടുത്തിയ, നിനക്കൊരുപാട് അധികാരം തരാ, നിനക്കൊരുപാട് പവർ തരാ, നിനക്കൊരുപാട് സൗഭാഗ്യങ്ങൾ ഈ ദുനിയാവിന്റെ തുരുക്കുമുകൾ ഞങ്ങൾ തരാമെന്ന് പറയുമ്പോ ഒരു നിമിഷത്തേക്കെങ്കിലും മുത്തുനബിയെ നീ ഒന്ന് തള്ളി പറയുമോ എന്നവിടുന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണല്ലോ. അവിടുന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇല്ല ഇല്ല, ഒരിക്കലും തന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ആ റസൂലുള്ളാഹിന്റെ കാലിലൊരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്നോ എന്റെ പ്രിയമുള്ളവരെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണല്ലോ. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയപ്പോൾ
അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം നന്നാക്കി കൊടുത്തല്ലോ. നല്ല മരണം അല്ലാഹു കൊടുത്തല്ലോ. അല്ലാഹു തആല ജീവിതത്തിൽ അല്ലാഹു സുഖ സൗകര്യങ്ങൾ കൊടുത്തല്ലോ. പടച്ച റബ്ബേ എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ ഹുബൈബ് റളിയല്ലാഹു തആല അങ്ങനെ തൂക്കിലേക്കുന്ന സമയത്തോ അവിടെ ഉണ്ടായിരുന്ന പടച്ച റബ്ബേ അമുസ്ലിമായ ഇസ്ലാമിന്റെ ഒരു ശത്രുവായ ആളുണ്ടായിരുന്നല്ലോ. പിന്നീട് സ്വഹാബിയായി പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഹുബൈബ് റളിയല്ലാഹു തആലാവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന ആളായിരുന്നല്ലോ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുവാ അവിടെ നിന്ന് പറയുകയാ, ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഹുബൈബ് റളിയല്ലാഹു തആലാവിനെ തൂക്കിലേറ്റിയ സമയത്തോ അവിടുന്ന് റസൂലുള്ളാഹിനോട് എന്തൊരു സ്നേഹമാണെന്നറിയോ? പരിശുദ്ധമായ ദീനിനോട് വല്ലാത്ത മഹബത്തായിരുന്നല്ലോ. പടച്ച റബ്ബേ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അല്ലാഹ് മുഖത്ത് കണ്ട പുഞ്ചിരിയുണ്ട് ഉമ്മ, മുഖത്ത് കണ്ട പുഞ്ചിരിയുണ്ടല്ലോ. ആ പുഞ്ചിരി കണ്ടിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന്, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ആ സ്വഹാബി അവിടെ നിന്ന് പറയുകയാ. അങ്ങനെ നമ്മുടെ ജീവിതവും നമുക്ക് സന്തോഷമാക്കണ്ടയോ വാപ്പാ? നമ്മുടെ ജീവിതവും നമുക്ക് അതുപോലെ പുഞ്ചിരിയാക്കണ്ടയോ വാപ്പാ? ജീവിതത്തിൽ നന്മയുള്ളവരാകണ്ടയോ? മരിക്കുന്ന സമയത്ത് ആര് തന്നെ കടന്നു വന്നിട്ട് നമ്മുടെ മയ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹുവേ എന്തൊരു മരണമാ, ഇവന്റെ മരണം എന്തൊരു മരണമാണ് അല്ലാ എന്ന് പറയുന്ന അത്ഭുതപ്പെടുന്ന നല്ല മരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടയോ? ആ നല്ല മരണം നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിനെ കൈവിടാതെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കയ്യിലെടുത്തോ. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തോ. നിന്റെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമല്ലോ. നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി തരും. ഹൃദയത്തിനകത്ത് കുടുസായി നിൽക്കുന്ന ജീവിതമുണ്ടല്ലോ, ഹൃദയം വല്ലാതെ പ്രയാസമായി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഷെൽഫിൽ കിടക്കുന്ന പടച്ച റബ്ബേ വീടിന്റെ ഉള്ളറയിൽ കിടക്കുന്ന തട്ടിൽ കിടക്കുന്ന പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എന്ന് എടുത്ത് ഓതിയാ പടച്ച റബ്ബേ മനസ്സിനകത്തുണ്ടായിരുന്ന വിഷമങ്ങളതാ അവിടുന്ന് പാടെ മാറുമല്ലോ. മനസ്സിനൊരു സമാധാനം നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹുവിനെ ഓർത്തിട്ട് കണ്ണുനീര് നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുകി വരുമല്ലോ. ഇതെല്ലാം ലഭിക്കുന്നത് എങ്ങനെയാ ഉമ്മ? അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മഹത്വമാണ്, മഹത്വമാണ്, മഹത്വമാണല്ലോ. ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിനെ പഠിക്കാൻ വേണ്ടി കടന്നു വരുന്നത്, മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടോ എത്രയോ ആളുകളാണ് പടച്ചുറപ്പേ പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് വായിക്കുന്നതെന്നറിയോ? ആ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ഹറഫിനും മഹത്വമുണ്ടല്ലോ, ഓരോ ഹറഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നുണ്ടല്ലോ. ഇതാണ് ഉമ്മ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞ ആ ഖുർആനിലെ ആയത്ത് കേട്ടിട്ടോ, ആ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ വചനങ്ങൾ കേട്ടിട്ടോ പടച്ച റബ്ബേ നമുക്ക് കരയാൻ കഴിയണം ഉമ്മ. ഈ
പുണ്യമായ ദുൽഹിജ്ജ മാസത്തിലോ നമ്മുടെ പാപങ്ങൾ ഓർത്തിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടോ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹനെ ഓർത്തിട്ട് കരയുന്ന മനസ്സ് നമുക്ക് വേണമല്ലോ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചറപ്പേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പറയുമ്പോ ആ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടോ ആ മജ്ലിസിലേക്ക് കടന്നു വന്ന നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ പടച്ചറപ്പേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിൽ പടച്ചറപ്പേ നരകത്തിന്റെ ആയത്ത് കേട്ടപ്പോ, നരകത്തിന്റെ ആയത്ത് ഓതുന്നത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ പിടഞ്ഞിട്ട് താഴെ വീഴുകയാണല്ലോ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടോ, നരകത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ, മഹ്ശറയെ കുറിച്ച് പറയുന്നത് കേട്ടോ. പടച്ചറപ്പേ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹക്ക് എന്തൊരു പേടിയായിരുന്നെന്നറിയോ. പടച്ചറപ്പേ, മരിക്കുന്നതിന് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടോ അതാ പടച്ചറപ്പേ വെട്ടുന്ന പടച്ചറപ്പേ മണ്ണ് വെട്ടിയെടുക്കുകയാണ്. എന്നിട്ടതാ ഖബർ കുഴിക്കുകയാ. എന്നിട്ട് ആ ഖബറിലേക്ക് പടച്ചറപ്പേ ഇറങ്ങിയിരുന്നു കൊണ്ട് എത്രയോ ഖത്തമാണ് എൻ്റെ ഉമ്മ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ തീർത്തതെന്നറിയോ. പടച്ചറപ്പേ, പിന്നെ ജീവിതത്തിൽ ദുനിയാവെന്ന ചിന്തയില്ലല്ലോ, ദുനിയാവെന്ന മോഹമില്ലാതെ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചറപ്പേ അവിടുന്നതാ ഖബർ കുഴിച്ചിട്ടോ ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നിട്ടോ ആകെ ഖത്തമുകൾ തീർക്കുകയാ. അവസാനം പടച്ചറപ്പേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടോ മഹദി ലോകത്തോട് വിട പറഞ്ഞ ചരിത്രം നമുക്കറിയുമല്ലോ. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ടോ, ഒരുപാട് ഹദീസുകൾ നമുക്ക് മുമ്പിലുണ്ടോ. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും കൊണ്ടുവരാനുള്ള മനസ്സ് നമുക്കില്ലല്ലോ. അല്ലാഹ് ഇത്രത്തോളം മലീമസമാണോ നമ്മുടെ മനസ്സ്? ഹൃദയത്തിൽ ഒന്ന് കൈവച്ചിട്ട് സ്വന്തം നഫ്സിനോടൊന്ന് ചോദിക്കണേ ഉമ്മ, ഇത്രത്തോളം മോശമാണോ നമ്മുടെ മനസ്സെന്ന് പറയുന്നതോ? ഇത്രത്തോളം മോശമാണോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്? അതുകൊണ്ട് നമ്മുടെ ഖൽബ് നന്നാകാൻ, പടച്ചറപ്പേ നമ്മുടെ ഖൽബ് നന്നാകാൻ, ഹൃദയത്തിനകത്ത് എല്ലാവിധ മോശത്തരങ്ങളും മാറിക്കിട്ടാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. പടച്ച തമ്പുരാനോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാഹ്, എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വരികയോ. എന്നിട്ട് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ സ്വഹാബാ, പരിശുദ്ധമായ ഖുർആനില് അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതണേ സ്വഹാബാ. പടച്ചറപ്പേ, സ്വഹാബത്ത് പാരായണം ചെയ്യുകയാ. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചറപ്പേ ഇരുന്നിട്ട് കരയുകയാണല്ലോ. സ്വഹാബത്ത് ആരും തന്നെ കണ്ണുനീര് വരുന്നില്ല. അതാ അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, യാ സ്വഹാബാ, നിങ്ങളെന്തേ സ്വഹാബാ കരയാത്തതോ? നിങ്ങളെന്തേ കരയാത്തതോ? പടച്ചറപ്പേ, അവിടുന്ന് സ്വഹാബത്ത് പറയുകയാണ്, നബിയേ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണല്ലോ, സ്വഹാബാ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കരയണേ സ്വഹാബാ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ കരഞ്ഞിട്ട് ആ സൂറത്തിനെ ഒന്ന് പാരായണം ചെയ്യണേ. അതാ അവിടുന്ന് റസൂൽ തങ്ങൾ പറയുമ്പോ പടച്ചറപ്പേ
സ്വഹാബത്തതാ അല്ലാഹുവേ കരയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് മുത്തുനബിയും സ്വഹാബത്തും ഓതുകയാണോ. അതാ അവിടുന്ന് സ്വഹാബത്ത് ചില ആളുകൾ കരഞ്ഞല്ലോ. ചില സ്വഹാബത്ത് അവിടുന്ന് കരയാൻ തുടങ്ങി, ചിലര് കരയുന്നില്ല. അവിടുന്ന് റസൂലുള്ള ചോദിക്കുന്നു, എന്ത് പറ്റി സ്വഹാബ, നിങ്ങൾക്ക് എന്തേ കരച്ചിൽ വരാത്തത്? ആ സമയത്ത് അവിടുന്ന് പറയുന്നു, സ്വഹാബ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണേ സ്വഹാബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോ പടച്ചറപ്പിനെ ഓർത്തിട്ട് കരയാനുള്ള മനസ്സെന്റെ ഉമ്മ നമുക്ക് വേണമെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാ. ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്തിട്ടോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാ പടച്ചറപ്പേ, എന്നിട്ട് അവന്റെ കണ്ണുനീരെങ്ങാനും അവന്റെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുകി വന്നാ അവനിക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമല്ലോ. അവന്റെ ആക്കിബത്ത് അല്ലാഹു തആല നന്നാക്കുമല്ലോ. ഹൃദയാന്തരത്തിൽ ഈമാനുള്ള മനുഷ്യനെ കരയാൻ കഴിയുകയുള്ളൂ. ഹൃദയത്തിൽ ഈമാനുള്ള മനുഷ്യനെ കരയാൻ കഴിയോ? ഈ ആയത്ത് ഓതിയിട്ട് കരയാൻ കഴിയോ? ഈ സൂറത്ത് ഓതിയിട്ട് കരയാൻ കഴിയോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് പരിശുദ്ധമായ ഖുർആനിൽ എത്ര ആയത്ത് കേട്ടവരാണ്, എത്രയോ ആയത്ത് നമ്മളെല്ലാവരും കേട്ടവരാണ് ഉമ്മ. എത്രയോ വാദുകളിൽ നരകത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചുമെല്ലാം നമ്മളെല്ലാവരും പറയുന്നവരോ, നമ്മളെല്ലാവരും കേൾക്കുന്നവരോ. പടച്ചുറപ്പേ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? പടച്ചുറപ്പേ, ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേൽ കടന്നു വന്നിട്ടോ അല്ലാഹ് എന്റെ റൂഹിനെ പിടിച്ചിട്ടോ ഈ ഭൂമിയിൽ നിന്ന് എന്റെ റൂഹിനെ കൊണ്ടുപോയിട്ടോ ഞാൻ നാളെ ഖബറിൽ കിടക്കണല്ലോ അല്ലാഹ്, എനിക്കും മഹ്ശറയിൽ നിൽക്കണല്ലോ അല്ലാഹ്, ഈ ദുനിയാവിൽ നിന്ന് എന്നെയും ഹിസാബ് ചെയ്യപ്പെടുമല്ലോ അല്ലാഹ്, എന്നോട് മലക്കുകൾ ഖബറിൽ വെച്ചിട്ട് ചോദിക്കുമല്ലോ അല്ലാഹ്. എന്റെ ഉമ്മ, നമ്മളെങ്ങാനും ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് നമ്മൾ ആലോചിച്ചിട്ട് നമ്മുടെ മനസ്സിനകത്ത് വെമ്പല് കൊണ്ടിട്ടുണ്ടോ? ചെറുപ്പേ, ദുനിയാവിന്റെ മേഖലയിലോ അല്ലാഹുവേ ഒരു സുഖം നമുക്ക് കുറഞ്ഞാ ചെറുപ്പേ ഒരു 10 രൂപ നമുക്ക് കടമായാലോ അല്ലാഹ് എന്റെ വിഷമം എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സമ്പത്ത് വേണ്ടതുപോലെയില്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ് പടച്ചറപ്പ് എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ഉമ്മ, പടച്ചറപ്പേ ദുനിയാവിന്റെ മേഖലകളിലൂടെ കടന്നു പോയിട്ടോ അല്ലാഹ് സിനിമയും സീരിയലും കണ്ടിട്ടോ അതിലെ കള്ളക്കഥകൾ കണ്ടിട്ടോ അത് കേട്ടിട്ട് പടച്ചറപ്പേ മനസ്സിനകത്ത് പൊട്ടിക്കരയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. ഉമ്മ, ഖബറിനെ ഓർത്തിട്ട് നിന്റെ കണ്ണുനീര് വന്നിട്ടുണ്ടോ? അല്ലാഹുവേ, മഹ്ശറയെ ഓർത്തിട്ട് കണ്ണുനീര് പൊട്ടാ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാനാ. ഖബറെന്ന് പറഞ്ഞാ വല്ലാത്ത ഭയാനകമാണല്ലോ, ഖബറെന്ന് പറഞ്ഞാ വല്ലാത്ത ഭയാനകമാണല്ലോ. പടച്ചറപ്പേ, കണ്ടവരെല്ലാവരും പേടിച്ചു പോകുമല്ലോ. ഖബറിനെ കുറിച്ച് കേട്ടാ ഉമ്മ കണ്ണുനീര് വരുമല്ലോ. ആ ഖബർ നമുക്ക് ഇരുട്ടിന്റെ വീടാണല്ലോ. ആ ഖബർ തന്നെ വിളിച്ചു പറയുകയാ, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ
ഞാൻ ഇരുട്ടിന്റെ വീടാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ മണ്ണിന്റെ വീടാണെന്ന് ആ ഖബർ തന്നെ നമ്മ നോക്കിയിട്ട് വിളിച്ചു പറയുകയാണല്ലോ. ഇതാണ് ഉമ്മ ഖബർ എന്ന് പറഞ്ഞ ഖബറിന്റെ അസാബുകൾ ഓർത്തിട്ടോ, ആ ഖബറിന്റെ വിഷമങ്ങൾ ഓർത്തിട്ടോ ഇന്നേ വരെ പടച്ചുറപ്പേ കരയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ വാപ്പാ? പടച്ചുറപ്പേ അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ നിന്നെ മറക്കുന്ന അവസരം തരല്ലേ അല്ലാ. അല്ലാ ഖബറിൽ ചെന്നിട്ടോ അല്ലാഹുവേ നിന്റെ മലക്കുകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമല്ലോ. അതിനെല്ലാം ഉത്തരം പറയാൻ ഈ പാപികളായ ഞങ്ങൾക്ക് കഴിയുമോ അല്ലാ? കാരണം ഒരുപാട് തെറ്റുകൾ കണ്ടിട്ടുണ്ട് അല്ലാ, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാ, ഒരുപാട് മോശത്തരങ്ങളുടെ മുമ്പിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കതിന് സാധിക്കുമോ റബ്ബേ? ഞങ്ങൾക്കതിനുള്ള അവസരങ്ങൾ തരണേ അല്ലാ, ഞങ്ങളുടെ ഹൃദയം നന്നാക്കണേ അല്ലാ. പഠിച്ച റബ്ബേ നീ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹ് നമുക്ക് ബോധം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് ഖബറിൽ വെച്ചിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റാഹത്തോടുകൂടെ ഉത്തരം പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മുൻ സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹുവേ പടച്ച റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ തകാസുർ അവിടുന്ന് ഓതാൻ പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് കരയാം, അള്ളാന്റെ റസൂല് കരയാം. പടച്ച റബ്ബേ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തോട് പറയാ, സ്വഹാബത്തെ നിങ്ങളും കരയും, നിങ്ങൾ എന്താ കരയാത്തത് എന്ന് റസൂലുള്ള ചോദിക്കാം. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ. അള്ളാന്റെ റസൂൽ പറയാ, നിങ്ങൾ കരയണം, ഉണ്ടാക്കി കരയണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ നമ്മളൊന്ന് എടുത്താൽ, ആ പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകൾ എടുത്തിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് പഠിച്ചാൽ, നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ പിന്നീട് നമുക്ക് കരയാതെ പടച്ച റബ്ബേ നമുക്ക് ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു വെക്കാൻ കഴിയില്ല. അത്രത്തോളം മഹത്വമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഖുർആന്റെ ഓരോ ആയത്തിനെ കുറിച്ച് പഠിച്ചാൽ. ആയത്തിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ ഇനി ഒരാൾക്ക് അർത്ഥം അറിയില്ല, ഒരാൾക്ക് അർത്ഥം അറിയില്ല, പ്രശ്നമില്ല. നമ്മളൊന്ന് വല്ല ആ പരിശുദ്ധ ഖുർആനെടുത്ത് നമ്മളെ കണ്ണൊക്കെ നനച്ച് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഓരോ ലഫ്ളുകളൊന്ന് വെച്ചിട്ട് നോക്കി നോക്കൊണ്ട് അറിയാതെ നമ്മുടെ കണ്ണുനീരിങ്ങനെ വരും, അറിയാതെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അള്ളാന്റെ പരിശുദ്ധ വചനത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു തആല നമുക്ക് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി ഓതാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മറ്റൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാം. ഇത് നല്ലവണ്ണം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നമ്മോട് പറയുകയാണ്, സമയം നിശ്ചയിക്കപ്പെട്ട കാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ നിസ്കാരം നമ്മളിലേക്ക് തന്നിരിക്കുകയാണ്. അത് നിങ്ങൾ നിർവഹിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണല്ലോ, പടച്ചുറപ്പേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയം അല്ലാഹു തആല നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ടോ. ഇതിൽ നമുക്ക് കൃത്യത വേണമല്ലോ ഉമ്മ. നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഉണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കൃത്യത വേണ്ടതുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ,
റസൂലുള്ള പറയുന്നുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന ഹദീസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, ഇത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്, നമസ്കാരമാണ്. ഇത് മുനാഫിക്കിന്റെ കപട വിശ്വാസിയുടെ നമസ്കാരമാ എന്നവിടുന്ന് റസൂലുള്ള പറഞ്ഞുകൊണ്ട് പറയുകയാണ്. യജ്ലിസു യർഖബു ശംസ, സൂര്യനെ കാത്തു നിൽക്കുന്നവനുണ്ടല്ലോ. പടച്ചുറപ്പേ, സൂര്യൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കാൻ വരുന്നത്? മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയത്തെയാണ് ഉമ്മാ റസൂലുള്ള പറയുന്നത്. ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, ശൈത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലൂടെ സൂര്യൻ ഇങ്ങനെ വരുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മഗ്‌രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പായിട്ടോ അല്ലാഹുവേ 6 മണിക്കോ പടച്ചുറപ്പേ അല്ലാഹുവേ ഇന്നൊരു 6:40 ബാങ്ക് കൊടുത്ത 6:50 ബാങ്ക് കൊടുക്കുമ്പോ മഗ്‌രിബ് നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോ അതിന്റെ തൊട്ട് മുമ്പായി കൊണ്ട് 6:30 പടച്ചുറപ്പേ നമസ്കാരത്തിലേക്ക്, അസ്ർ നമസ്കാരത്തിലേക്ക് കടന്നു പോകുന്ന എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ, എത്രയോ സഹോദരന്മാരുണ്ടെന്നറിയോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണല്ലോ. ഖാമ ഫനഖറഗ അർബഅൻ, അവൻ എണീറ്റിട്ട് പെട്ടെന്നതാ പടച്ചുറപ്പേ ഒരു കോഴി കൊത്തുന്നത് പോലെ, അല്ലാഹ് പക്ഷികൾ ധാന്യം ഇങ്ങനെ കൊത്തിയെടുക്കുന്നത് പോലെ 4 റക്അത്ത് അവന് നമസ്കരിക്കുകയാണല്ലോ. പടച്ചുറപ്പേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ, അവന്റെ ഹൃദയത്തിനകത്ത് പടച്ചു തമ്പുരാനെന്നുള്ള ചിന്തയുണ്ടല്ലോ, ഒരിക്കലും തന്നെ കടന്നു വരാത്ത രൂപത്തിലുള്ള നമസ്കാരമാണ്. അങ്ങനത്തെ നമസ്കാരമാണെന്ന് റസൂലുള്ള പറയുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനത്തെ നമസ്കാരം അല്ലാഹുവേ മനുഷ്യർ നമസ്കരിക്കുകയാണോ? എന്റെ റസൂലുള്ള പറഞ്ഞതോ, എന്റെ റസൂലുള്ള പറഞ്ഞത് പടച്ചുറപ്പേ അവസാന സമയത്ത് പിടിച്ചിട്ടോ അല്ലാഹ് സൂര്യൻ അസ്തമിക്കുന്ന സമയം നോക്കിയിട്ടോ അല്ലാഹുവേ നമസ്കരിക്കാൻ വേണ്ടി കടന്നു പോകുന്നവരാണോ? അല്ലാഹുവേ അങ്ങനത്തെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, ഇത് മുനാഫിക്കിന്റെ നമസ്കാരമാണ് സ്വഹാബ, ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്, നമസ്കാരമാണ് സ്വഹാബ. അതുകൊണ്ട് അങ്ങനെ ഒരാളും തന്നെ നമസ്കരിക്കല്ലേ, അങ്ങനെ ഒരാളും തന്നെ നമസ്കരിക്കല്ലേ എന്നവിടുന്നതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ആലോചിച്ചു നോക്കൂ. പടച്ചുറപ്പേ, നമ്മളൊക്കെ എന്തെങ്കിലും പണി നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോ അസ്ർ ബാങ്ക് കൊടുത്താ നമ്മുടെ മനസ്സിനകത്ത് പടച്ചുറപ്പേ വിചാരിക്കുകയാണല്ലോ, അല്ലാഹുവേ പടച്ചുറപ്പേ നമ്മുടെ മനസ്സിനകത്ത് വിചാരിക്കുകയാണ്, അല്ലാഹ് സമയം ഇനിയുമുണ്ടല്ലോ, മഗ്‌രിബിന്റെ സമയമാകുമ്പോ വുളൂ ചെയ്തിട്ടോ, ഒരു 5 മിനിറ്റ് മുമ്പ് വുളൂ ചെയ്തിട്ടോ അല്ലാഹ് അസ്റും കൂടെ നമസ്കരിക്കാമെന്ന് നമ്മൾ വിചാരിക്കുകയാണോ? അതേപോലെ തന്നെ ദുഹർ നമസ്കാരത്തിന് അസ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് വുളൂ ചെയ്തിട്ട് പെട്ടെന്ന് നിസ്കരിക്കാം, എന്നിട്ട് ദുഹറും അസ്റും ഒപ്പം നമസ്കരിക്കാം, അല്ലെങ്കിൽ അസ്റും മഗ്‌രിബും ഒപ്പം നമസ്കരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ടോ, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങളെ കുറിച്ചാ, അവരെ കുറിച്ചിട്ടാ റസൂലുള്ള പഠിപ്പിക്കുന്നത്. നിങ്ങൾ മുനാഫിക്കിന്റെ അടയാളം കാണിക്കുന്നവരാ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കാണിക്കല്ലേ, ഇങ്ങനെ ഒരാളും നമസ്കരിക്കരുതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്,
الصلاة كانت على المؤمنين كتابا موقوتا സമയബന്ധിതമായി കൊണ്ട് കൃത്യസമയത്ത് സമയം നിശ്ചയിക്കപ്പെട്ട കാര്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖത്ത് നമസ്കാരം ഇതാ നിങ്ങളിലേക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ ഇതാ നമ്മോട് പറയുകയാണ്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയോ? പടച്ചറപ്പി എന്നിട്ട് തോന്നുന്നത് പോലെ തോന്നുന്ന സമയത്ത് പടച്ചറപ്പെ നമസ്കരിക്കുന്ന എത്രയോ ആളുകളാ. പടച്ചറപ്പെ നമസ്കാരത്തെ നിസാരമാക്കിയാൽ നമസ്കാരത്തെ നിസാരമാക്കിയാൽ പടച്ചറപ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരിക്കലും തന്നെ കൈവിടില്ലല്ലോ. ഒരിക്കലും തന്നെ പടച്ച തമ്പുരാൻ നമ്മെ ഒരിക്കലും തന്നെ കൈവിടില്ലോ. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ പടച്ചറപ്പേ നമസ്കാരവും ഖുർആനും ദിക്റുകളും സ്വലാത്തുകളും ഉണ്ടല്ലോ. ഈ പുണ്യമായ ദിവസങ്ങളിലോ ഈ പുണ്യമായ മാസങ്ങളിലോ നമ്മൾ കൊണ്ടു നടക്കേണ്ട മുറുകെ പിടിക്കേണ്ട മാസമാണ്. ഓരോ അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ നമ്മൾ പായാക്കിക്കൂടാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചറപ്പേ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. നല്ല മനസ്സ് നീ തരണേ അല്ലാഹ്. ഒരുപാട് നന്മകൾ ചെയ്യാൻ ജീവിതത്തിൽ പകർത്താൻ പടച്ചറപ്പേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹു തആല ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ചില ആളുകളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ, അസർ നമസ്കാരം കഴിഞ്ഞ് അസർ നമസ്കാരത്തിന് പടച്ചറപ്പേ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് വുളൂ ചെയ്തിട്ട് വരിക. എന്നിട്ട് മഗ്‌രിബും അസറും ഒപ്പം നിസ്കരിക്കുക, അല്ലെങ്കിൽ ദുഹറും അസറും ഒപ്പം നിസ്കരിക്കുക അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. മഗ്‌രിബും ഇശാഉം ഒപ്പം ഒരേ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി നോക്കുക അല്ലേ. 5 ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് 5 മിനിറ്റ് മുമ്പ് വുളൂ ചെയ്തിട്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യാ, നേരെ നമസ്കാരത്തിലേക്ക് കടക്കുക. അല്ലാഹുവേ, ഈ ഒരു പരിപാടി ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അങ്ങനെ നമസ്കരിക്കുന്നവൻ അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്, മുനാഫിക്കിന്റെ സ്വഭാവമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. കാരണമില്ലാത്തവന്റെ കാര്യം കേട്ടോ പറഞ്ഞത്. ചില ആളുകൾക്ക് കാരണമുണ്ടാകാം, അവരുടെ കാര്യമല്ല പറയുന്നത്. കാരണമില്ലാതെ നമസ്കാരത്തെ ഇതുപോലെ പിന്തുണയ്ക്കുന്ന ആളുകൾ അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹ് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.